ശ്രീ വസന്ത് സിറിയക്, നമുക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയേണ്ടതെന്ന് പോലും അറിയില്ല. അനാസ്ഥയുടെ ഒരു ഇര എന്ന് തന്നെ പറയേണ്ടി വരും ബിന്ദുവിനെ. ഈ കേരളത്തിൻ്റെ ആരോഗ്യരംഗം നമ്പർ 1 എന്നൊക്കെ ലോകം മുഴുവൻ കൊട്ടി ആഘോഷിക്കുമ്പോഴും ഇത്തരത്തിലുള്ളതൊക്കെ ഒരു സാധാരണ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളതെല്ലാം ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് CPM പറയുന്നത് പോലെ നമുക്ക് പറഞ്ഞ് ഒഴിയാൻ കഴിയുന്ന ഒന്നാണോ ഇത്? ഉത്തരവാദിത്തമില്ലാത്തൊരു ഒരു സർക്കാരും ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇവിടെ ഉണ്ട് എന്നതാണ് വ്യക്തമാവുന്നത്. നോക്കൂ, അവർ ഈ അപകടമുണ്ടായ ദിവസം കോട്ടയത്ത്, എന്റെ ജില്ലയാണ് കോട്ടയത്ത്, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടല്ല, പദ്ധതികളുമായി ബന്ധപ്പെട്ട് ആ അവലോകന യോഗം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്ഥലത്തുണ്ട്. ആദ്യം അവിടേക്ക് ഓടിച്ചെത്തുന്നത് മന്ത്രി VN വാസവനാണ്. അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽ മെഡിക്കൽ കോളേജാണ്. വാസവനും ഈ പറയുന്ന ആരോഗ്യവകുപ്പിന്റെ മന്ത്രി വീണ ജോർജും അവിടേക്ക് എത്തിയ ശേഷം 10:30-ക്കുണ്ടായ അപകടത്തിൽ 11:00 ഇവരെത്തിയിട്ട് എന്ത് ഏകോപനമാണ് നടത്തിയതെന്ന് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. 2 മന്ത്രിമാർ, അതിലൊരു മന്ത്രി ആ സ്ഥലത്ത് നിയോജകമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന MLA കൂടിയാണ്. 2 പേരും എത്തിയിട്ട് രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ ഏതാണ്ട് 1.5 മണിക്കൂർ വൈകി. മാത്രമല്ല, മന്ത്രിമാർ എത്തിയ ഉടനെ എന്ത് അറ്റ് ഹാൻഡ് ഇൻഫർമേഷന്റെ പുറത്താണ്, ഏത് വിജിലൻസ് റിപ്പോർട്ടിന്റെ പുറത്താണ്, ഏത് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പുറത്താണ്, ഏത് പോലീസ് റിപ്പോർട്ടിന്റെ പുറത്താണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നേരിട്ട് ഇത് പൂട്ടിക്കിടക്കുന്ന കെട്ടിടമാണെന്നും അതിൻ്റെ ഉള്ളിൽ ആരുമേ ഇല്ല എന്നും ആരും പോകാൻ സാധ്യതയില്ലെന്നും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരോട് പറഞ്ഞത്. അത് രക്ഷാപ്രവർത്തനത്തെ മന്ദീഭവിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ ഒരു ടൈമിലാത് ബിന്ദുവിന്റെ ജീവൻ എടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളാണ് അതങ്ങനെയല്ല, അതിൻ്റെ ഉള്ളിൽ ആളുണ്ടാവാൻ സാധ്യതയുണ്ട്, പൂർണ്ണമായും പരിശോധിക്കണം, അത് ദ്രുതഗതിയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത് കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണ് പിന്നീടും ആ തിരച്ചിൽ മുമ്പോട്ട് പോയത്. ഇല്ലായിരുന്നുവെങ്കിൽ അടുത്ത ദിവസം സൗകര്യപൂർവ്വം തിരിഞ്ഞാൽ മതി തീരുമാനിച്ചാലേ. മന്ത്രി ആദ്യമേ തന്നെ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ ആളില്ല, കിടക്കുന്ന കെട്ടിടമാണ് എന്ന് പറഞ്ഞതോടുകൂടി രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ JCB ഹിറ്റാച്ചിയൊക്കെ വരാൻ ഒരുപാട് വൈകി. മന്ത്രി വന്നു കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞാണ് ഈ പറയുന്ന ആയുധങ്ങൾ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ വണ്ടികൾ ഒക്കെ അവിടേക്ക് എത്തുന്നത്. അതായത് മന്ത്രി ബോധപൂർവം തന്റെ ഡിപ്പാർട്ട്മെന്റിന് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചത്, അതിനുവേണ്ടി നടത്തിയ ക്യാപ്സ്യൂൾ ആ സൃഷ്ടിയാണ് ബിന്ദുവിന്റെ ജീവൻ എടുത്തത് എന്നതിൽ സംശയമില്ല. ബഹുമാനപ്പെട്ട വീണ ജോർജിനെ രാജിവെപ്പിച്ച് ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി അവർക്ക് പുതിയ വകുപ്പ് ഈ സർക്കാരിന് വേണ്ടി ക്യാപ്സ്യൂൾ സൃഷ്ടിക്കാൻ, ക്യാപ്സ്യൂൾ ഫാക്ടറിയുടെ ക്യാപ്സ്യൂൾ വ്യവസായത്തിന്റെ പുതിയ ചുമതല ശ്രീമതി വീണ ജോർജിന് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. മാത്രമല്ല, ഇന്നലെ അവർക്ക് BP കൂടി ഉടനെ അവർ ആശുപത്രിയിൽ പോയി കിടക്കുകയാണ്. അവിടെ വന്ന് കിടക്കുന്ന ഈ കോട്ടയം മെഡിക്കൽ കോളേജിലുള്ളത് ഏതാണ്ട് ജീവിതം തന്നെ നഷ്ടപ്പെടാറായിട്ടും ഇപ്പോഴും ആ മെഡിക്കൽ കോളേജിന്റെ പടിയിൽ വന്ന് ആശയറ്റ് കിടക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. അവരുടെ മുഴുവൻ മുഖത്ത് നോക്കി കൊഞ്ഞാൻ കുത്തിയാണ് മന്ത്രിയും സർക്കാരും ചെയ്യുന്നത്. മന്ത്രിക്കും ഒരു ചികിത്സ ആവശ്യമാണ്, അവർക്ക് BP-യുടെ ചികിത്സയല്ല ആവശ്യം, അവർക്ക് ആവശ്യം നല്ല നെല്ലിക്കാത്തളത്തിന്റെ ചികിത്സയാണ്. അത് ഏതെങ്കിലും ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഉടൻ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ സർക്കാർ തയ്യാറാവേണ്ടതാണ്. ഇപ്പൊ ഇന്നലെ നമുക്കറിയാം ഈ മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരൊക്കെ അവിടെ എത്തിയതാണ്, ഈ സംഭവ സ്ഥലത്തൊക്കെ എത്തിയതാണ്. അപ്പോഴൊക്കെ ആദ്യ സമയങ്ങളെല്ലാം അവർ പറഞ്ഞിരുന്നത് ഇതൊരു പഴയ കെട്ടിടമാണ്, അതുകൊണ്ട് തന്നെ അവിടെ ഉപയോഗിക്കുന്നതല്ല എന്നൊക്കെയായിരുന്നു ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്ന വാദങ്ങൾ. പക്ഷേ പിന്നീട് കഥ മാറുന്നു, ഒരു ജീവൻ അതിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നു. അപ്പോഴും ഈ രക്ഷാപ്രവർത്തനം എല്ലാം വളരെ സാവധാനത്തിൽ നടത്തുന്നു. ഒരുപക്ഷെ അവിടെ ഉപയോഗിക്കുന്നതല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ പോയില്ല. പക്ഷേ ഇതൊരു മെഡിക്കൽ കോളേജാണ്. നമുക്കറിയുന്നത് പോലെ എല്ലാ ജില്ലകളിലെയും മെഡിക്കൽ കോളേജുകളുടെ ഒരു അവസ്ഥ ഇപ്പോൾ കൂടുതൽ ആളുകളൊക്കെ അങ്ങോട്ടേക്ക് എത്തി തുടങ്ങുന്നുണ്ട്, ഈ ഗവൺമെൻറ് ആശുപത്രികളിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഇനി ആളുകൾ, അതും സാധാരണക്കാരായ ആളുകൾ എങ്ങനെയാണ് ഒരു ചികിത്സയ്ക്കായി പോവുക? മാത്രമല്ല, കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ചരിത്രം എന്താണ്? ഇടുക്കി ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് ഇല്ല. ഇടുക്കി ജില്ലക്കാർ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജാണ്. എറണാകുളത്ത് ഉണ്ടെങ്കിൽ പോലും എറണാകുളംകാർ പോലും ഏറ്റവും വലിയ വിശ്വാസ്യതയോടുകൂടി ഒരു കാലഘട്ടത്തിൽ വിശ്വാസത്തിലെടുത്തിരുന്ന വളരെ പ്രശസ്തി ആർജിച്ച പോസിറ്റീവ്ലി പോപ്പുലർ ആയ ഒരു സ്ഥാപനമാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞത്. എന്റെ നാടായതുകൊണ്ട് വേണമെന്ന് പറയുന്നില്ല. പക്ഷേ ആ മെഡിക്കൽ കോളേജിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ സർക്കാർ 1ാം ഗവൺമെന്റ് കാലം പൂർണ്ണമായും ഞാൻ പറയുന്നത്, കഴിഞ്ഞ 5 വർഷക്കാലമായി ആ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താണ്? വിവിധ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ എന്താണ്? മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് മൃതദേഹം ഏറ്റെടുക്കാൻ വന്ന മകനെ, പിതാവിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ വന്ന മകനെ സെക്യൂരിറ്റി ജീവനക്കാരൻ ആക്രമിച്ചു. മന്ത്രി നേരിട്ട് സ്ഥലത്തെത്തി, ഇപ്പൊ എത്തിയതുപോലെ തന്നെ നേരിട്ട് സ്ഥലത്തെത്തി ആക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് 1.5 വർഷമായി ആ സെക്യൂരിറ്റി ജീവനക്കാരൻ അവന് സുഖമായിട്ട് ജീവിക്കുകയാണ്. അതായത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ പോലും നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ആളാണ് മന്ത്രി. അങ്ങനെയുള്ളവർ ഈ കുറെ ക്യാപ്സ്യൂൾ ഉണ്ടാക്കുക, കുറെ മാധ്യമ സൃഷ്ടി
ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് മാത്രം നടത്തിയാൽ അതുകൊണ്ട് പ്രയോജനം കാണില്ല എന്ന് യാതൊരു സംശയവുമില്ല. മന്ത്രിക്ക് കാൽവിൻ കെവിന്റെ ബാഗ് മേടിക്കാനും റീബോക്കിന്റെ ഷൂ ഇടാനും അങ്ങനെയുള്ള കുറെ ബ്രാൻഡഡ് ഭ്രമമാണ് മന്ത്രിയെ ബാധിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് പാരസിറ്റാമോൾ മേടിക്കാൻ പോലും വകയില്ലാത്തതിന്റെ വിഷമം മനസ്സിലാവില്ലെന്നേ. 35,000-നും 50,000-നും കണ്ണാടി വെക്കുന്ന ആരോഗ്യമന്ത്രിയെ നമ്മൾ കണ്ടിരുന്നതാണല്ലോ. അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ മാത്രം യാത്ര ചെയ്യുന്ന വീണ ജോർജിനെ നമുക്ക് പരിചയമാണല്ലോ. അവർക്ക് ഈ പാരസിറ്റാമോൾ വെളിയിലേക്ക് എഴുതിയാൽ പോലും ഏതാണ്ട് 2 രൂപ 1 രൂപ 1.5 രൂപയുള്ള പാരസിറ്റാമോൾ അത് വെളിയിലേക്ക് എഴുതിയാൽ പോലും മേടിക്കാൻ വകയില്ലാത്ത വേദന മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പെരുമാറുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. തെരുവിൽ ഇറങ്ങി നടക്കാൻ വീണ ജോർജിനെ സമ്മതിക്കില്ല. അവർ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ തുടരുന്നതായിരിക്കും അവർക്ക് നല്ലത്. നിലവിലിപ്പോൾ ഈ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും എന്തൊക്കെ പ്രതിഷേധങ്ങളാണ് നടക്കാൻ സാധ്യതയുള്ളത്? കാരണം ഇതിലൊരു പരിഹാരം എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. അത് മാത്രമല്ല, ഈ ആർപ്പൂക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ കെട്ടിടത്തിന് പഞ്ചായത്തിന്റെ ഫിറ്റ്നസ് ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യവും വരുന്നുണ്ട്. ഈ ഇത്തരത്തിലുള്ള ഓരോ അപകടങ്ങൾ അല്ലെങ്കിൽ ഒരു ജീവൻ പോകുമ്പോഴൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ വരുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇതിലെന്താണ് ഇനിയുള്ളൊരു തീരുമാനം? അല്ലെങ്കിൽ നമുക്കറിയുന്ന പോലെ മെഡിക്കൽ കോളേജുകളുടെയൊക്കെ ഒരു അവസ്ഥ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്തിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടവും നടക്കുന്നത്. ഇതെങ്ങനെയാണ് ഇതിനെ കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ നേരിടാൻ പോകുന്നത്? തീർച്ചയായും നമുക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അവിടെ നിന്നുള്ള MLA ജില്ലയിൽ നിന്നുള്ള ആവശ്യപ്പെട്ടത് ഞങ്ങളെല്ലാം സമരരംഗത്തിൽ നിന്ന് ഈ ബോഡി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആംബുലൻസിന്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ആവശ്യപ്പെടണം. ബോഡിയെ സാക്ഷി നിർത്തി ചില ആവശ്യങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ഗാന്ധിനഗർ സ്റ്റേഷനിൽ ഒരു SHO ഉണ്ട്. അവൻ പഴയ SFI-കാരനായതുകൊണ്ട് തന്നെ അവന്റെ തിണ്ണമടക്ക് മുഴുവൻ ഞങ്ങളുടെ നേതൃത്വം തീർക്കുന്ന പരിപാടിയാണ് കാണിച്ചത്. കോട്ടയം ജില്ലയിൽ അവനിനി എങ്ങനെ സ്വൈര്യവികാരം നടത്തുമെന്ന് നമുക്ക് നോക്കാം, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ MLA പോലും കയ്യേറ്റം ചെയ്യുന്ന രീതിയിലാണ് പോലീസിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത് അടിച്ചമർത്താൻ ഈ സമരത്തെ. അങ്ങനെ അടിച്ചമർത്താൻ പറ്റുമെന്ന് അവരാരും വിചാരിക്കണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ ബിന്ദുവിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപയും മകൾക്ക് അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന ആൾക്ക് സർക്കാർ ജോലിയും കൊടുത്തേ മതിയാവും. കാര്യം അത് കൊടുത്താൽ പോലും പരിഹരിക്കപ്പെടാൻ പറ്റാത്തൊരു വിടവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അറിയാം. പക്ഷേ ഇതെങ്കിലും കൊടുക്കാൻ സർക്കാരിന്റെ അനാസ്ഥയുടെ ഭാഗമായി ഇതെങ്കിലും കൊടുത്ത് തങ്ങൾക്കുണ്ടായ തെറ്റ് ഏറ്റുപറയാൻ സർക്കാർ തയ്യാറാവണം. 1. 2, അടിയന്തരമായി യുദ്ധകാല അടിസ്ഥാനത്തിൽ സർവകക്ഷി യോഗം വിളിച്ച് അതാത് MLA-മാരുടെ മണ്ഡലങ്ങളിലുള്ള സർക്കാർ ആശുപത്രികളുടെ നിജസ്ഥിതി ബോധ്യപ്പെടണം. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയും ആരോഗ്യവകുപ്പും നേരിട്ടിടപെട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കണം. സിസ്റ്റത്തിന്റെ ഉള്ളിൽ പ്രശ്നമാണെന്ന് പറയുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി ആ സിസ്റ്റത്തിൽ പെടുമോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതവിടെ നിൽക്കട്ടെ. ഇനി അവരതിൻ്റെ അകത്ത് പെടുന്നില്ലെങ്കിൽ പോലും ബാക്കി സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തിന്റെ ഉള്ളിലെ ക്യാൻസർ പരിഹരിക്കേണ്ടത് ആരാണ്? ഞങ്ങളാണോ? അവരല്ലേ പരിഹരിക്കേണ്ടത്? അതിനുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ കേരളത്തിലെ 1-ാം നമ്പർ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ്. അങ്ങനെ അവസാന പ്രതീക്ഷയായി മനുഷ്യൻ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളിലെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം അവർക്ക് വിശ്വാസത്തോടു കൂടി പോകാനുള്ള സാഹചര്യം ഉണ്ടാവണം. അല്ലാത്ത പക്ഷം വലിയ സമരങ്ങൾ, വലിയ നിയമ നടപടി, വലിയ പോരാട്ടം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇന്നിപ്പോൾ എന്തായാലും കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം തുടങ്ങുന്നുണ്ട്. ഈ അപകടം നടന്ന സ്ഥലത്തൊക്കെ തെളിവെടുപ്പ് നടത്താനും ഒക്കെ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ളൊരു ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായി നിൽക്കട്ടെ, ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അനാസ്ഥകൾ ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ? അതെ, ഈ സർക്കാരിന്റെ കാലത്ത് ഏതാണ്ട് 1,01,000-ാമത്തെ ഒറ്റപ്പെട്ട സംഭവമാണിത്. അതുകൊണ്ട് എല്ലാ കാര്യത്തെയും ഒറ്റപ്പെട്ട സംഭവം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, ജീവൻ പൊലിയാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അത് ഏത് സർക്കാരാണെങ്കിലും നമ്മളിപ്പോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ ലാഭം അത് പ്രതിപക്ഷത്തിനാണ് ഉണ്ടാവുക. പക്ഷേ അതിനുവേണ്ടി ഒരാളുടെ പോലും ജീവൻ നഷ്ടപ്പെടരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ 11:30 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് മെഡിക്കൽ കോളേജിലേക്ക് വെച്ചിരിക്കുകയാണ്. അതടക്കമുള്ള സമരപരിപാടികൾ വൈകിട്ട് DCCയുടെ പരിപാടിയുണ്ട്, ആർപ്പൂക്കര പഞ്ചായത്തിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിപാടികളുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിലൊരു ഫൈനൽ ഡിസിഷൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന പരിഹാരം എന്ന് പറയുന്നത് താൽക്കാലിക ആശ്വാസമെങ്കിലും ആ കുടുംബത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. അത് സ്ഥാപിച്ച് കിട്ടുന്നോളം വരെ സമരരംഗത്ത് കോൺഗ്രസ് ഉണ്ടാവും. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് സിറിയക് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.